അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ കൂട്ടുകാരെ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഓക്കെ അല്ലേ? ആദ്യം തന്നെ നമുക്ക് ഒരു പിടിയോളം ചെറുള്ളിയാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം വലിയ സൈസ് ഉള്ളി നോക്കി എടുത്തിട്ടുണ്ട്. വലിയ സൈസ് ഉള്ളി ആണെങ്കിൽ ഒരു 15 ഉള്ളിയോളം മതിയാവും കേട്ടോ. ചെറിയ സൈസ് ആണെങ്കിൽ ഒരു 20ഓളം ഉള്ളി ആവശ്യമായിട്ട് വേണ്ടി വരും. അപ്പോൾ ഞാൻ കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉള്ളി ഒന്ന് തല്ലി എടുക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ അടുപ്പത്ത് ഞാൻ മൺചട്ടി വെച്ചിരുന്നു കേട്ടോ. മൺചട്ടിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മൺചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു 4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ ഈ കറിക്കൊക്കെ എടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റും ഹെൽത്തിയും. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം തല്ലി വെച്ചിരിക്കുന്ന ചെറുള്ളി ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുള്ളി വഴറ്റിയെടുക്കണം കേട്ടോ. ചെറുള്ളി വഴണ്ട് വരുന്ന ടൈമിൽ ഞാൻ ഇതിൽ ആവശ്യത്തിനായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ആവശ്യത്തിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി തല്ലി എടുത്തിട്ട് ജാറിലിട്ടിരിക്കുകയാണ് കേട്ടോ. അരഞ്ഞു വരാൻ എളുപ്പത്തിനാണ്. അപ്പോൾ 2 ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് നമ്മുടെ പെരിഞ്ജീരകമാണ് കേട്ടോ. പെരിഞ്ജീരകം 1 സ്പൂൺ ഇട്ട് കൊടുത്തു. നന്നായിട്ട് എന്നെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് എന്നെ ഇതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് എന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം വഴണ്ട് വരുന്നത് വരെ. അപ്പോൾ പച്ചമണം മാറുമ്പോൾ ഏകദേശം ഇത് വഴണ്ട് വരും. അപ്പോൾ നല്ല രീതിക്ക് എന്നെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഞാൻ ഇതിൽ ആവശ്യത്തിനായിട്ട് ഒരു 4 സവാളയോളം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് സവോളയായിട്ട് ഈ ഒരു അരപ്പ് മിക്സായിട്ട് വരണം. അല്ലെങ്കിൽ അടിഭാഗത്ത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. നന്നായിട്ട് തന്നെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈയെടുക്കാണ്ട് ഈ ഒരു ടൈമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ടേസ്റ്റ് നമ്മൾക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ചു വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചെടുക്കുകയാണ്. നമ്മൾ 4 സ്പൂൺ എണ്ണ മാത്രമേ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഉള്ളി വഴണ്ട് വരുന്നതിന് കുറച്ച് എണ്ണ കൂടി ആവശ്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എളുപ്പം വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ സവാളയൊക്കെ എളുപ്പം വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഉപ്പ് നോക്കാൻ മറക്കരുത് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആവി അടിച്ചിട്ട് ഏകദേശം നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മൂടി വെച്ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. 5 മിനിറ്റ് കൂടുമ്പം ഇളക്കാൻ മറക്കരുത് കേട്ടോ. മൂടി എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ വേഗം ഒന്ന് വഴണ്ട് വരുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടെടുക്കുന്നത്. കണ്ടോ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യത്തിനായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂണ് നമ്മുടെ കാശ്മീർ മുളക് പൊടിയാണ് കേട്ടോ. നല്ലൊരു ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീർ മുളക് പൊടി. 1 സ്പൂണ് നമ്മുടെ സാദാ മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് 1.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ 1 സ്പൂണ് കറി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ പൊടികളൊക്കെ ഏകദേശം നല്ല രീതിക്ക് തന്നെ ഈ അരപ്പുമായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. അല്ലെങ്കിൽ സൈഡ് ഭാഗത്തേക്ക് അല്ലെങ്കിൽ അടിയിലോ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് തന്നെ കൈയെടുക്കാണ്ട് തന്നെ നന്നായിട്ട് ഈ ഒരു ടൈമിൽ ഇളക്കി കൊടുക്കണം. വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വെള്ളത്തിൻ്റെ ആവശ്യം ഇതിലില്ല കേട്ടോ. വെള്ളത്തിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നു. അപ്പോൾ ഒരു 2
തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, 2 തക്കാളിയോളം ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഈ തക്കാളിയിൽ നിന്ന് ഊറി വരും കേട്ടോ. ആവശ്യത്തിനായിട്ട് അരപ്പ് ലൂസാവാനുള്ള വെള്ളം ഈ തക്കാളിയിൽ നിന്ന് തന്നെ ഊറി വരും. അപ്പം നന്നായിട്ട് തന്നെ ഞാൻ ഇളക്കി കൊടുക്കാനായിട്ടോ, നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനുശേഷം കുറച്ച് ടൈമൊന്ന് ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം അടച്ചു വെച്ചിട്ടു ഞാൻ മൂടിയെടുത്തപ്പോൾ ഈ ഒരു ലെവലായിട്ട് കിട്ടി കേട്ടോ. നന്നായിട്ട് തന്നെ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഊറിയിട്ട് നന്നായിട്ട് തന്നെ അരപ്പിൽ മിക്സായിട്ട് അരപ്പ് നല്ല ലൂസായിട്ടുണ്ട് കേട്ടോ, നല്ല ലൂസായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടാണ് കേട്ടോ ഇത്. അത്യാവശ്യം വലിയ ഞണ്ടാണ്. കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഞാൻ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഈ ഞണ്ടിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് തന്നെ ഈ മസാല ഇളക്കി പിടിക്കണം കേട്ടോ. നമുക്ക് ഇതൊക്കെ റെഡിയാക്കുന്ന ടൈമിൽ കുറച്ച് ക്ഷമ ആവശ്യമാണ് കേട്ടോ. ഈ ഫുഡ് റെഡിയാക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ക്ഷമ ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഫുഡ്. നമ്മൾ എത്രത്തോളം ക്ഷമിച്ച് അത്രത്തോളം വെയിറ്റ് ചെയ്തൊക്കെ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നോ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും ഫുഡിനൊക്കെ. അപ്പോൾ ഞാൻ അന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ഏകദേശം ഒരു 5 മിനിറ്റ് കൂടിയപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് ഏകദേശം ഞണ്ടിൻ്റെ വെള്ളമൊക്കെ ഞണ്ടിൻ്റെ വെള്ളമാണ് കേട്ടോ. ഞണ്ടിൻ്റെ വെള്ളം ഊറി വന്നതാണ്. ഊറി വന്ന് ഇങ്ങനെ ഈ ഒരു ലെവലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില മാത്രമല്ല, ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില ഇതിലിടണം കേട്ടോ, ഇടണം, അത്യാവശ്യമാണ്. മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂടി കൊടുത്തു. കുറച്ച് ടൈം കഴിഞ്ഞ് ഏകദേശം ഫ്ലെയിമൊക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വായിൽ കൂടി വെള്ളം ഊറുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയിലൂടെയും പൊറോട്ടയുടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ്, യമ്മിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. കാണുക മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകൂടി വേണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ.